അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിഫാഉൽ അംറാദ് എന്ന ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വോയിസ് പൂർണ്ണമായി കേൾക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ കൊണ്ടുവരിക. എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടാനാണ്. പലരും പറയും, ഉസ്താദേ, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ധർമ്മം ചെയ്യുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, ഞാനാരെയും ബുദ്ധിമുട്ടാക്കലില്ല, എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പല ആളുകളും ചോദിക്കാറുണ്ട്, കുറേ ആയി നിസ്കരിക്കുന്നു, ഇപ്പം നിസ്കാരമൊക്കെ മതി, നിസ്കരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അള്ളാഹു നമ്മളെ കാണുന്നില്ല, കേൾക്കുന്നില്ല, അള്ളാഹു നമ്മളെ സഹായിക്കുന്നില്ല എന്നൊക്കെ പലരും പരാതികൾ പറയും, അള്ളാഹുവിനെക്കുറിച്ചുള്ള പരാതി. ഇതൊരിക്കലും ശരിയല്ല, പറയാൻ പാടില്ല അങ്ങനെ. അള്ളാഹു നമ്മളെ ദുആ സ്വീകരിക്കാത്തതിന് നമ്മളിൽ തന്നെ പല കാരണങ്ങളും ഉണ്ടാവും. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളിൽ എന്താണോ പോരായ്മ ഉള്ളത് അത് നമ്മൾ തിരുത്തണം, അത് ശരിയാക്കണം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ അള്ളാഹുവിനെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ ഒരു കരുണ കൊണ്ടാണ്. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മളെ കുട്ടികൾ, മക്കൾ, ഭർത്താവ്, കുടുംബം, ഇതൊക്കെ അള്ളാഹു തന്നതാണ്. അല്ലാതെ നമുക്ക് ഭൂമിയിൽ നിന്ന് പറിച്ചുണ്ടാക്കിയതോ മരത്തിൽ നിന്ന് പറിച്ചുണ്ടാക്കിയോ ഒന്നുമല്ല, ഒക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമുക്ക് തന്നതോ എല്ലാം. എന്നിട്ട് പോലും ആ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ അള്ളാഹുവിൻ്റെ ദുആ കേൾക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് നമ്മളെ മനസ്സിലാക്കുക, ആദ്യം നമ്മളെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ തിരുത്തുക. എന്നിട്ട് 5 വക്ത് നിസ്കാരം നിലനിർത്തിക്കൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും, നമ്മളെ ദുആ സ്വീകരിക്കും. അതിനൊരു മാർഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് നിസ്കാരങ്ങളും മറ്റ് അമലുകളൊക്കെ ചെയ്യുക, ഒരു തെറ്റിലേക്കും പോകാതിരിക്കുക. എന്നിട്ട് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് പതിവാക്കുക. എല്ലാ ദിവസവും ഓതിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നമുക്ക് ഓതാൻ പറ്റും? ഒരു ദിവസം 100 വട്ടം, അല്ലെങ്കിൽ ഒരു 300 വട്ടം, അല്ലെങ്കിൽ ഒരു 1000 വട്ടം നമുക്ക് ചൊല്ലാൻ പറ്റുമോ? ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന അള്ളാഹുവിൻ്റെ സഹായം, ആ സൂറത്ത് എണ്ണമറ്റ കണക്കില്ലാത്ത രൂപത്തിൽ നമ്മൾ ഓതി ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. എന്ത് സഹായം വേണമെങ്കിലും അള്ളാഹു നമുക്ക് ചെയ്തു തരും. അതിനെന്ത് വേണം? ഈ പറഞ്ഞ നിബന്ധനയോടുകൂടി ഈ സൂറത്ത് ഓതിയാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. അതും ഇദാ ജാഅ സൂറത്ത് ഓതുമ്പോൾ ആ സൂറത്തിൻ്റെ നിയമമനുസരിച്ച് തെറ്റാതെ നല്ല മട്ടത്തിൽ അതോടുകൂടിയൊക്കെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് അങ്ങനെ ഓതുമ്പം അള്ളാഹു നമ്മളെ ദുആ സ്വീകരിക്കും. അതിലൊരു സംശയം വേണ്ട. ഖുർആനല്ലേ, ഖുർആൻ അള്ളാഹിൻ്റെ തന്നെയല്ലേ, അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടല്ലേ, ഉദ്ഉലി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാം. പക്ഷെ ചോദിക്കാൻ നമ്മൾ അർഹരല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചോദിക്കാൻ അർഹരായിക്കൊണ്ട് നമ്മൾ ചോദിക്കണം, അപ്പോൾ അള്ളാഹു സ്വീകരിക്കും. ഇതിൽ സംശയമില്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.